ഈ ലോകകപ്പിന്റെ താരം അത് മറ്റാരുമല്ല റോഡ്രിയാണ്. ഗോൾഡൻ ബോൾ നേടിയിരിക്കുന്നത് റോഡ്രിയാണ്. ലോക ചാമ്പ്യൻ ആയിട്ടുള്ള റോഡ്രി 3ാം തവണയും ഗോൾഡൻ ബോൾ നേട്ടം എന്നുള്ള സ്വപ്നസമാനമായ നേട്ടം ലയണൽ മെസ്സിക്ക് അന്യമാകുന്നു. 2014-ലും 2022-ലും ഗോൾഡൻ ബോൾ നേടിയ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായിട്ടുള്ള ലയണൽ മെസ്സിക്ക് പക്ഷേ ഇത്തവണ ആ പുരസ്കാരം അന്യമാകുന്നു. നോക്കൂ, 3 പുരസ്കാരങ്ങളും മികച്ച യുവതാരം പൗ കുബാർസി, മികച്ച ഗോൾ കീപ്പർ ഉനായി സിമോൺ. ഈ ലോകകപ്പിന്റെ താരം അത് മറ്റാരുമല്ല റോഡ്രിയാണ്. റോഡ്രി അവിടെ ഒരു മികച്ച പ്രതിരോധ കോട്ട കെട്ടി. കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ നിന്ന് നേരത്തെ ബാലൻഡിയോർ നേടിയ താരമാണ് എന്നോർക്കുക. അത് പ്രതിരോധം ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിനെതിരായ സെമി ഫൈനലിൽ ഒലീസയെ പൂട്ടി, ഇന്ന് ലയണൽ മെസ്സിയെ പൂട്ടി. അതും മാത്രമല്ല, ഏതു ഭാഗത്തും മൈതാനത്തിന്റെ ഏതു ഭാഗത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാമായിരുന്നു റോഡ്രിയെ. അദ്ദേഹം പന്ത് തന്റെ താരങ്ങളിലേക്ക് അനായാസം എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ലോകകപ്പിന്റെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള അർജന്റീന താരങ്ങൾ, 2ാം സ്ഥാനക്കാരായിട്ടുള്ള അർജന്റീന താരങ്ങൾ മെഡൽ നേടാൻ എത്തുന്നു. വലിയ നിരാശയാണ് ഉള്ളത്. പക്ഷേ അവർക്ക് സ്പെയിനോട് തോറ്റതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്ര വലിയ കാരണം കഴിഞ്ഞ ജർമ്മനിയോടൊക്കെ പരാജയപ്പെട്ടപ്പോഴുള്ള അത്തരം വൈകാരികത ഇല്ല. കാരണം ഒരു തവണ കഴിഞ്ഞ തവണ ലോകകപ്പ് മെസ്സിക്ക് വേണ്ടി അവർ നേടിക്കൊടുത്തതാണ്. അപ്പോൾ നിരാശ അല്പം കുറവുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം എന്നെ പോലെയുള്ള ആരാധകർക്കും അത് അല്പം കുറവുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരു തവണ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്. മാത്രമല്ല മെസ്സിക്ക് ഒരു കിരീടം എന്നുള്ളത് മെസ്സിയുടെ മാത്രം ആഗ്രഹമായിരുന്നില്ല, അർജന്റീന ടീമിന്റെ മുഴുവൻ ആഗ്രഹമായിരുന്നു. അത് സാധ്യമാക്കി കഴിഞ്ഞതാണ് അവർ അത്തറിന്റെ മണമുള്ള ഖത്തറിൽ ആ കിരീടം നേടുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർക്കതൊരു ആഡ് ഓൺ ആയിരുന്നു. മെസ്സിക്ക് ഒരു കിരീടം കൂടി എന്നുള്ളത് മറ്റൊരു ആഡ് ഓൺ ആയിരുന്നു. അത് ദൗർഭാഗ്യവശാൽ അത് നടക്കാതെ പോയി എന്നുള്ളതാണ്. പൗ കുബാർസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും യമാലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നിശബ്ദനായി തൻ്റെ ജോലി വളരെ മനോഹരമായി ചെയ്തുകൊണ്ട് ഇരുന്ന ഒരു ഡിഫൻഡർ ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. പൗ കുബാർസിയെ കുറിച്ച്, യമാലിനെ കുറിച്ച് എല്ലാവരും വാഴ്ത്തിപ്പാടുമ്പോഴും പൗ കുബാർസിയെ കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിയത് ഈ ലോകകപ്പിലെ മത്സരങ്ങൾ തുടങ്ങിയ ശേഷമാണ്. അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റം എത്രത്തോളമാണ് എന്നറിയണമെങ്കിൽ സ്പാനിഷ് ഗോൾ പോസ്റ്റിൽ ഈ ടൂർണമെന്റിൽ 8 മത്സരങ്ങൾ കളിച്ച ശേഷം എത്ര ഗോൾ വീണു എന്ന് നോക്കിയാൽ മതി. അത് ഉനായ് സിമോന്റെ മാത്രം മികവായിരുന്നില്ല, മറിച്ച് കുബാർസിയും ലപ്പോർട്ടയും അടങ്ങുന്ന അവരുടെ ഡിഫൻസിന്റെ കൂടി സ്ട്രെങ്ത് ആയിരുന്നു. അതിനുള്ള അംഗീകാരമാണ് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം. അത് ഏറ്റവും അർഹിക്കുന്ന കരങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് പൗ കുബാർസി ഇനി ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരുടെ നിരയിലേക്ക്, എണ്ണപ്പെട്ട ഡിഫൻഡർമാരുടെ നിരയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മറ്റൊന്ന് റോഡ്രിയാണ്. റോഡ്രി 2 മത്സരങ്ങൾ കളിച്ച മത്സരങ്ങളിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനം മാത്രം മതിയാകും ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകാൻ എന്നുള്ളതാണ്. ഒലീസെ എന്നുള്ള ഈ ഫുട്ബോളിലെ ഈ ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ മിഡ്ഫീൽഡറെ സെമി ഫൈനലിൽ കൃത്യമായി വിലങ്ങിട്ട് പൂട്ടുന്നു. ഇന്ന് ലയണൽ മെസ്സിയെ ഇടംവലം അനങ്ങാതെ കൃത്യമായി ട്രാപ്പിടുന്നു. ഈ 2 പ്രകടനം തന്നെയായിരിക്കും റോഡ്രിയെ ഏറ്റവും ലയണൽ മെസ്സിക്ക് കിട്ടും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിടത്ത് നിന്നാണ് ഇന്നത്തെ ആ പ്രകടനം കൂടിയായിരിക്കണം റോഡ്രിയിലേക്ക് ആ പുരസ്കാരം എത്താൻ കാരണം. ഒരു സംശയവുമില്ല റോഡ്രിയിലേക്ക് ആ പുരസ്കാരം എത്താൻ കാരണം അത് തന്നെയാണ്. ഈ ലോകകപ്പിൽ 8 മത്സരങ്ങൾ കളിച്ചു. ഇപ്പോൾ ലയണൽ മെസ്സിയെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി ഈറനണിയുന്നതും കാണുന്നുണ്ട്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ റോഡ്രിയുടെ മുഖത്ത് ആ സന്തോഷം. ഇനി ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ അർജന്റീന ജേഴ്സിയിൽ, ആകാശ നീല ജേഴ്സിയിൽ ഇനി ലയണൽ മെസ്സിയെ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ആരാധകർക്ക് കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. മെറ്റ്ലൈഫ് സ്റ്റേഡിയം നമുക്ക് ഓർമ്മയുണ്ട്. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 10 വർഷം മുൻപ് ആ കോപ്പ ഫൈനലിൽ സംഭവിച്ചത്. അന്ന് കണ്ണീര് വീണ്, ലയണൽ മെസ്സിയുടെ കണ്ണീര് വീണ് ആ പുൽക്കൊടി നനഞ്ഞതാണ്. ഇതാ വീണ്ടും 10 വർഷം കഴിയുമ്പോൾ, 11ാമത്തെ വർഷമാകുമ്പോൾ ഒരിക്കൽ കൂടി ലയണൽ മെസ്സിയുടെ കണ്ണുനീർ ആ പുൽനാമ്പുകളെ നനയ്ക്കുന്ന കാഴ്ച വീണ്ടും കാണുന്നു. അത് 10 വർഷത്തിന് ശേഷം ഇതേ സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സിയുടെ കണ്ണുകൾ ഈറനണിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമുക്ക് റോഡ്രിയെ കുറിച്ചായിരുന്നു പറഞ്ഞു വന്നിരുന്നത്. റോഡ്രി ഈ ലോകകപ്പിൽ 8 മത്സരങ്ങൾ കളിച്ചു. അതിൽ ഏകദേശം 700 മിനിറ്റിലധികം അദ്ദേഹം മൈതാനത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഫൈനലിലെ ഒരു പാസ് ഒഴിച്ചു നിർത്തിയാൽ അതിന് മുൻപുള്ള കണക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ 694 പാസുകൾ അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. ഈ ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ പാസുകൾ കൈമാറിയത് അത് റോഡ്രി തന്നെയാണ്. അതിൽ തന്നെ കൃത്യത ഏകദേശം 90-ന് മുകളിലാണ്. 93-94% പാസുകളിലെ കൃത്യത റോഡ്രിയുടെ ഭാഗത്ത് നിന്ന്
ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി പറയണം. അതുപോലെ തന്നെ ബോൾ റിക്കവറീസ് ഈ ഫൈനലിന് മുൻപ് തന്നെ രേഖപ്പെടുത്തിയത് ഏകദേശം 34 ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ടോട്ടൽ പാസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 101 പാസുകളാണ് ഫൈനലിൽ ഈ കലാശപ്പോരിൽ അർജന്റീനയ്ക്കെതിരെ റോഡ്രി കൈമാറിയത്. അതിൽ 101 കൃത്യമായിരുന്നു, ലക്ഷ്യത്തിലേക്ക് കൃത്യമായി പോയി. അതിന്റെ കൃത്യത എന്ന് പറയുന്നത് പാസ് ആക്യുറസി അല്ലെങ്കിൽ കൃത്യത എന്ന് പറയുന്നത് 96%. 7 ലോങ് ബോളുകൾ കൂടി അദ്ദേഹം നൽകി. ഒരു ഷോട്ട് ഉതിർത്തിരുന്നു, അത് പക്ഷേ ലക്ഷ്യത്തിന് അകലെയായി പോവുകയും ചെയ്തു. 3 തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെടുന്നത് കാഴ്ചയും ഇന്ന് കണ്ടു. ഏതായാലും അർഹിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. ലയണൽ മെസ്സി ഒരു പക്ഷേ കലാശപ്പോരിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഗോൾഡൻ ബോളിന് മറ്റൊരു അവകാശം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇത് വിധി കാത്തുവച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ലയണൽ മെസ്സിയുടെ കണ്ണുനീർ കൊണ്ട് വീണ്ടും ഈ ഫുട്ബോൾ മൈതാനം നനയുന്നതിന് സാക്ഷിയാകാനായിരുന്നു കാത്തുവച്ചിരുന്ന ആ ഒരു വിധി എന്ന് പറയുന്നത്. എന്തായാലും ക്ലിയറൻസിന്റെയും ടാക്കിളിന്റെയും ഇന്റർസെപ്ഷന്റെയും ഒക്കെ ഒരു ആകെ തുക എന്ന് പറയുന്നത് റോഡ്രിയെ ഗോൾഡൻ ബൂട്ട് വിജയിയാക്കി എന്നുള്ളതാണ്. സ്പാനിഷ് താരങ്ങൾ അവരുടെ മെഡൽ ഏറ്റുവാങ്ങുകയാണ്. ഇനി കനക കിരീടം ഏറ്റുവാങ്ങാനുള്ള കാത്തിരിപ്പാണ്. ലോക ഫുട്ബോളിൻ്റെ സിംഹാസനത്തിലേക്ക് അവരോധിക്കാനുള്ള അവരുടെ ആ കാത്തിരിപ്പാണ്. അതിനി നിമിഷങ്ങൾ മാത്രമാണുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ഉണ്ട്. ആ നിമിഷം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അതിന് കാത്തിരിക്കുന്നത്. സ്പെയിനിൻ്റെ ഈ ടൂർണമെൻറ്റിലെ ഒരു പ്രകടനം വിനേഷ്, അവർ 8 മത്സരങ്ങൾ കളിച്ച് 1 ഗോൾ മാത്രമാണ് വഴങ്ങിയത് എന്നുള്ളതാണ്. പൗ കുബാഴ്സിയും ലപ്പോട്ടയും അടങ്ങുന്ന അവരുടെ ഡിഫൻസ്. 2 വിങ് ബാക്കുകൾ പെഡ്രോ പോറോയുണ്ട്, കുക്കുറയുടെ ഇന്നത്തെ പ്രകടനം എവിടെ നോക്കിയാലും കുക്കുറയ എന്നുള്ളതായിരുന്നു. ഒരു ഭാഗത്ത് നമ്മൾ റോഡ്രിയെ കുറിച്ച് പറയുന്നു, അദ്ദേഹം കളം നിറഞ്ഞു കളിക്കുന്നു, ഒരേ സമയം തന്നെ അർജന്റീനയുടെ മിഡ്ഫീൽഡിന് ഒരവസരവും നൽകാത്ത രീതിയിൽ കളിക്കുന്നു. മറുവശത്ത് ഒരു വിങ് ബാക്കായ കുക്കുറയ മിക്കപ്പോഴും അർജന്റീനയുടെ ഡിയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. കുക്കുറയ ഒരു ഡിഫൻഡറാണോ സ്ട്രൈക്കറാണോ എന്ന് ഒരു സാധാരണക്കാരനായ കളിയാസ്വാദകൻ സംശയിച്ചു പോകുന്ന നിമിഷങ്ങൾ. എത്രത്തോളം മനോഹരമായിരുന്നു കുക്രയുടെ മൂവുകൾ എന്നുള്ളതാണ്. കുബാർസിയെ കുറിച്ച് പറഞ്ഞു, റോഡ്രിയെ കുറിച്ച് പറഞ്ഞു, കുക്കുറയെ കുറിച്ച് പറഞ്ഞു. കാരണം കുക്കുറയ എന്ന് പറഞ്ഞ ആ ഒരു പ്ലെയർ ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ച ഒരു പ്രകടനം, ഇന്നത്തെ മത്സരത്തിൽ മാത്രമല്ല ഈ ടൂർണമെന്റിൽ ഉടനീളം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ലെഫ്റ്റ് ബാക്കുകൾ ഉണ്ടായിരുന്നു. ഫിലിപ്പ് ലാമിനെ പോലെയുള്ള ചില ആളുകൾ, അതുപോലെ തന്നെ മാർസലോയെ പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം റയൽ മാദ്രിദിൽ എത്തി നിൽക്കുകയാണല്ലോ, ആ മുടിയടക്കം മാർസലോയെ പോലെ തന്നെ തോന്നുന്ന കുക്കുറയ അതേ രീതിയിൽ കളിക്കുന്നു, അതിവേഗം മുന്നോട്ട് പോകുന്നു, അതിവേഗം തിരിച്ചിറങ്ങുന്നു, പന്ത് നല്ല രീതിയിൽ കൈമാറുന്നു, നല്ല പാസുകൾ. അതുമാത്രമല്ല ആ വിങ്ങിൽ മാത്രമല്ല അദ്ദേഹം കളിക്കുന്നത്. ഫൈസൽ പറഞ്ഞതുപോലെ ഈ മൈതാനത്തിന്റെ എവിടെ നോക്കിയാലും കുക്കുറയെയും കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കുക്കുറയുടെ പ്രകടനം എടുത്തു പറയണം. അതുപോലെ തന്നെ പെഡ്രോ പോറോ വലതുവശത്ത് നിന്ന് അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഗോൾ നേടിയിട്ടുണ്ട്. വലതുവശത്ത് നിന്ന് പെഡ്രോ പോറോ കൊണ്ടുപോയ പന്തുകൾ അത് എതിർ പെനാൽറ്റി ബോക്സിൽ ഡി ബോക്സിനകത്ത് അപകടം വിതച്ചിട്ടുണ്ട്. നമുക്ക് ഈ ടൂർണമെന്റിലെ സ്പെയിനിന്റെ യാത്ര നോക്കേണ്ടതുണ്ട്. അവരൊരു സമനിലയോടുകൂടിയാണ് ഈ ലോകകപ്പിലെ അവരുടെ യാത്ര, ചരിത്ര യാത്ര തുടങ്ങുന്നത് ഒരു സമനിലയോടുകൂടിയാണ്. അത് കേപ്പ് വെർദെ എന്നുള്ള കുഞ്ഞൻ രാജ്യം എന്ന് നമ്മൾ അന്ന് വരെ ആ ഒരു മത്സരം വരെ വിചാരിച്ചിരുന്ന ഒരു സംഘമായിരുന്നു കേപ്പ് വെർദെ, കുഞ്ഞൻ രാജ്യം. പിന്നീടാണല്ലോ അവർ തോൽവി അറിയാതെ 3 മത്സരങ്ങളും സമനിലയുമായി നോക്കൌട്ടിലേക്ക് എത്തുന്നതും അർജന്റീനയെ പോലും വിറപ്പിക്കുന്നതും പിന്നീടാണല്ലോ. അപ്പോൾ കേപ്പ് വെർദെ എന്ന് നമ്മൾ കേൾക്കുന്നതും ബൊസീനിയെ നമ്മൾ കേൾക്കുന്നതും ആ ഒരു മത്സരത്തിലായിരുന്നു. അങ്ങനെ ആ മത്സരത്തിലെ സമനിലയോടുകൂടി 0-0 എന്നുള്ള സമനിലയിൽ തുടങ്ങിയ സംഘം പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ തങ്ങളുടെ വിശ്വരൂപം കാണിച്ചു. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയ സൗദി അറേബ്യ ആയിരുന്നു അവർക്ക് എതിരാളികളായി വന്നത്. ആ സൗദി അറേബ്യയെ ഒന്നിന് പിറകെ ഒന്നായി 4 1 2 3 4 ഗോളുകൾ അടിച്ചിട്ട് വീഴ്ത്തിക്കൊണ്ട് വിജയം സ്വന്തമാക്കുന്നു. പിന്നീടാണ് ഉറുഗ്വേക്കെതിരായ ഗ്രൂപ്പിലെ ഏറ്റവും നിർണായകമായ മത്സരം. അത് ഉറുഗ്വേ താരത്തിന് ചുവപ്പ് കാർഡ് ലഭിച്ച ഒരു മത്സരമായിരുന്നു. അത് 1-0 എന്നുള്ള സ്കോറിന് സ്പെയിൻ വിജയിച്ചു കയറുന്നു. അങ്ങനെ 3 മത്സരം പൂർത്തിയാകുമ്പോൾ 7 പോയിന്റുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് തന്നെ സ്പെയിൻ മുന്നോട്ട് പോകുന്നു. പിന്നീടാണ് ഏറ്റവും കടുത്ത മത്സരങ്ങൾ അവരെ കാത്തിരുന്നത്. ഓസ്ട്രിയ ആയിരുന്നു അവർക്ക് റൗണ്ട് ഓഫ് 32-ലെ എതിരാളികളായി വന്നത്. ഓസ്ട്രിയയെ എതിരില്ലാത്ത മറുപടിയില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറുന്നു. ഇപ്പോൾ വിശ്വം വിജയിച്ച സ്പാനിഷ് താരങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിരീടം സമ്മാനിച്ചിരിക്കുന്നു. ഇനി ഇത് ആഘോഷത്തിന്റെ സമയമാണ്. ഇനി ഉറക്കമില്ലാത്ത രാത്രിയാണ് സ്പെയിനിന്. മാദ്രിദിൽ, ബാഴ്സലോണയിൽ, അങ്ങനെ അവരുടെ എല്ലാ നഗരങ്ങളിലും ഇനി ആഘോഷത്തിന്റെ ആ ഒരു ചുവടുകൾ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും. അങ്ങനെ ആ വിശ്വകിരീടം സമ്മാനിച്ചിരിക്കുന്നു